ഹായ്. ഞാൻ ജയ് ഷെട്ടിയുടെ തിങ്ക് ലൈക്ക് എ മോങ്ക് എന്ന് പറയുന്ന ബുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്തു. കുറച്ച് ടൈം എടുത്തിട്ടാണ് കേട്ടോ കംപ്ലീറ്റ് ചെയ്തത്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ബുക്കാണ്. ജയ് ഷെട്ടി റീസെൻ്റ്ലി അദ്ദേഹത്തിന് കുറച്ച് കോൺട്രവേഴ്സ്യലായിട്ട് അദ്ദേഹത്തെക്കുറിച്ച് പലരും പറയുന്നുണ്ട്. അദ്ദേഹം ഒരു മോങ്കൊന്നും അല്ലായിരുന്നു എന്നൊക്കെ ഉള്ള രീതിയിൽ പറയുന്നുണ്ടെങ്കിൽ പോലും എനിക്ക് അദ്ദേഹത്തിൻ്റെ പേഴ്സ്പെക്റ്റീവ്സും അദ്ദേഹം ആ ഒരു ബുക്ക് എഴുതി വെച്ചതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരുപാട് നമ്മളെ ചിന്തിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം അത് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഒരിക്കലും ഒരു ഇൻ്റലക്ച്വൽ രീതിയിലുള്ള ആളുകൾക്ക് ആ ഒരു രീതിയിൽ മാത്രമുള്ള ആളുകളെ ഫോക്കസ് ചെയ്തിട്ടല്ല അദ്ദേഹം എഴുതിയിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ലാംഗ്വേജാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ തന്നെ ഒരുപാട് നമ്മളെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ഇപ്പം ദയ, കാരുണ്യം, പിന്നെ അതുപോലെ തന്നെ പരസ്പരം മനസ്സിലാക്കുന്നതിനെക്കുറിച്ച്, റിലേഷൻഷിപ്പിൻ്റെ വാല്യൂസിനെക്കുറിച്ച്, ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഒരു ഇൻസ്പിറേഷണൽ ബുക്ക് എന്നതിനേക്കാൾ ഉപരി എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്, ആ ബുക്ക് നമുക്ക് പറഞ്ഞു തരികയാണ്, നമുക്കൊരു ഉപദേശം തരുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആകെ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്നൊരു അവസ്ഥയിലൊക്കെ നമുക്ക് വായിക്കാൻ പറ്റിയൊരു ബുക്കാണ് ജയ് ഷെട്ടിയുടെ ഈ ഒരു പുസ്തകം. നമുക്ക് കുറച്ചുകൂടി ഒരു ക്ലാരിഫിക്കേഷൻ തരും നമ്മുടെ ചിന്തകളിൽ, നമ്മൾ ചിന്തിക്കുന്ന രീതികളിൽ. പിന്നെ നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് തന്നെ ഒന്ന് ഇറങ്ങി ചെന്നിട്ട് ഞാനിങ്ങനെ തന്നെയാണോ എന്ന് ചിന്തിക്കാൻ പറ്റുന്ന, സ്വയം ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നത്. അതിൽ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്യുന്ന കുറേ കോട്ട്സുകളുണ്ട്. ഞാനത് ഈ വീഡിയോയുടെ എൻഡിങ്ങിൽ കാണിച്ചു തരാം. ആ കോട്ട്സ് എഴുതി കാണിച്ചു തരാം. നമുക്കൊന്ന് ചിന്തിക്കാനായിട്ട് നമുക്കൊരു ഇൻസ്പിറേഷൻ തരുന്ന ഒരു ബുക്ക് തന്നെ. അതിൽ എനിക്ക് ഏറ്റവും ടച്ചിങ് ആയിട്ട് തോന്നി അദ്ദേഹം നടന്നൊരു സംഭവം ഞാൻ വേറെ എവിടെയോ വായിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം എന്താ പറയുക, നിസ്വാർത്ഥ സ്നേഹത്തിന് ഒരു എക്സാമ്പിളായിട്ട് അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. അതായത് ഒരമ്മയുടെ മകനെ കൊന്നിട്ടും ആ കൊന്ന കൊലയാളിയെ സ്വന്തം മകനായി കൺസിഡർ ചെയ്യുന്ന ഒരമ്മ. സ്വന്തം ഒരു മാലയുടെ ലോക്കറ്റിൽ ഒരു വശത്ത് സ്വന്തം മരിച്ച മകനും മറുവശത്ത് മകനെ കൊന്ന കൊലയാളിയെ ലോക്കറ്റിലിട്ട് നടക്കുന്ന ഒരമ്മ. എനിക്കത് ശരിക്കും കേട്ടപ്പോൾ ഭയങ്കര ടച്ചായിപ്പോയി. അപ്പം ഞാൻ ശരിക്കും തന്നെ ഓർത്തു, നമുക്കിതൊക്കെ പറ്റുമോ? നമ്മളാണ് ആ സ്ഥാനത്തെങ്കിൽ നമ്മുടെ കുഞ്ഞിനെ കൊന്ന കൊലയാളിയെ അവനൊരു തെറ്റ് പറ്റിയതാണ് എന്ന് പറഞ്ഞ് ചിലപ്പോൾ ക്ഷമിക്കാൻ പറ്റിയേക്കും, പക്ഷെ മറക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെ ഇത്രയും സ്വന്തം മകനെ പോലെ സ്നേഹിക്കാൻ പറ്റുമോ എന്നുള്ളതും എനിക്കറിയത്തില്ല. അപ്പോൾ എനിക്കതൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര ഒരു നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്കിതൊക്കെ പറ്റുമോ, നമ്മൾ ഇത്രയൊക്കെ മെൻ്റലി വളർന്നിട്ടുണ്ടോ, സ്പിരിച്വലി വളർന്നിട്ടുണ്ടോ എന്നൊക്കെയുള്ളൊരു ചോദ്യം സ്വയം നമുക്ക് ചോദിക്കാൻ തോന്നും. അങ്ങനെ ഒരു ബുക്കാണിത്. അപ്പോൾ എൻ്റെ ഒരു സജഷനിൽ എല്ലാവരും ഇത് വായിച്ചിരിക്കേണ്ട ഒരു ബുക്കാണ്. ഓൺലൈനിൽ അവൈലബിൾ ആണ്, ഓഫ്ലൈനായിട്ടും മിക്കവാറും സ്റ്റോറുകളിൽ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന്, നിങ്ങളൊരു സ്പിരിച്വലി വളരാൻ ആഗ്രഹിക്കുന്ന, ഇത് ഒറ്റ ദിവസം കൊണ്ട് ഒരാളെ മാറ്റും എന്നല്ല കേട്ടോ പറയുന്നത്. നമ്മുടെ ചിന്തകളെ മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള എഴുത്തും അതിന് പറ്റിയ കാര്യങ്ങളും പറയുന്നത് കൊണ്ട് തന്നെ പതിയെ മാറ്റങ്ങളുണ്ടാവും. ഞാൻ എന്നും സജസ്റ്റ് ചെയ്യുന്നത് പോലെ ഒരു ബുക്ക് ഒരു 5 തവണയെങ്കിലും വായിക്കണം പല സമയങ്ങളിലായിട്ട്. അങ്ങനെയാണ് ഒരു മനുഷ്യനെ ഒരു ബുക്ക് മാറ്റുന്നത്. അപ്പോൾ അതിനുവേണ്ടി ശ്രമിക്കുക. നല്ലൊരു ബുക്കാണ്. ഇതിൻ്റെ കോട്ട്സ് ഞാൻ കുറച്ച് ഷെയർ ചെയ്യാം. താങ്ക് യു.